CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. വരവൂരിൽ സഹോദരങ്ങൾ ഷോക്കേറ്റ് മരിച്ചു. തളി, പിലക്കാട്, കുണ്ടന്നൂർ, ചീരമ്പത്തൂർ രവീന്ദ്രൻ, അരവിന്ദാക്ഷൻ എന്നിവരാണ് മരിച്ചത്. കാട്ടുപന്നിക്ക് വെച്ച വൈദ്യുതി വേലിയിൽ നിന്ന് ഷോക്കേറ്റാണ് ഇരുവരും മരിച്ചതെന്നാണ് നിഗമനം. ഗുരുവായൂർ ക്ഷേത്രനഗരിയിലെ തെരുവോരങ്ങളിൽ കഴിയുന്നവരെ നഗരസഭയും ദേവസ്വവും പുനരധിവസിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സേവ് ഗുരുവായൂർ മിഷൻ പ്രസിഡന്റും നടനുമായ ശിവജി ഗുരുവായൂർ, ജനറൽ സെക്രട്ടറി അജു എം സോണി എന്നിവർ അനിശ്ചിതകാല നിരാഹാരം തുടങ്ങി. 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ പ്രതിക്ക് 30 വർഷം കഠിന തടവും 1.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ. പൊന്നിയൂർ എടക്കര പുത്തൻതറയിൽ അഷ്റഫിനെയാണ് കുന്നംകുളം പ്രത്യേക പോക്സോ കോടതി ജഡ്ജി എസ് ലിഷ ശിക്ഷിച്ചത്. എരുമപ്പെട്ടി കടങ്ങോട് പാറപ്പുറത്ത് കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 5 യുവാക്കൾക്ക് പരിക്കേറ്റു. പുതുരുത്തി സ്വദേശികളായ അതുൽ, റാഫി, സനൂജ്, ആൻവിൻ, അലൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. കേച്ചേരി വടക്കാഞ്ചേരി റോഡിൽ ടൈൽ വിരിക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുന്നു. കഴിഞ്ഞ ശനിയാഴ്ച പുനരാരംഭിച്ച നിർമ്മാണ പ്രവൃത്തി ഒരാഴ്ച പിന്നിടുമ്പോൾ 150 മീറ്ററിലേറെ നീളത്തിൽ ടൈൽ വിരിക്കൽ പൂർത്തിയായി. കുന്നംകുളം ഉപജില്ലാ കായികമേള തിങ്കളാഴ്ച മുതൽ ബുധനാഴ്ച വരെ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിപ്പെരുന്നാളിനെ കൊടിയിറങ്ങി. കടവല്ലൂർ കൊള്ളഞ്ചേരി പാടശേഖരത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം വറ്റിയത് മുണ്ടകൻ കൃഷിക്കൊരുക്കുന്ന കർഷകരെ പ്രതിസന്ധിയിലാക്കി. കണ്ടങ്ങളിൽ ആവശ്യത്തിന് വെള്ളമില്ലാതായതോടെ ഉഴവു നടത്താൻ സാധിക്കാതെ നടിയിൽ നീട്ടിവെക്കുകയായിരുന്നു. കുന്നംകുളത്ത് അബോധാവസ്ഥയിൽ കണ്ടെത്തിയ അജ്ഞാതൻ മരിച്ചു. വെള്ളിയാഴ്ചയാണ് കുന്നംകുളം മത്സ്യമാർക്കറ്റിനു സമീപം അബോധാവസ്ഥയിൽ വീണുകിടക്കുന്ന നിലയിൽ പ്രായം ചെന്നയാളെ കണ്ടെത്തിയത്. ചൂണ്ടൽ പഞ്ചായത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളി ജോലിക്കിടെ കുഴഞ്ഞു വീണ് മരിച്ചു. തുവാനൂർ വാർഡിൽ ചിറപ്പറമ്പ് മണ്ടകത്തിങ്കൽ 80 വയസ്സുള്ള കേശവനാണ് ശനിയാഴ്ച രാവിലെ കുഴഞ്ഞു വീണ് മരിച്ചത്. വേലൂർ പാത്രമംഗലം പാലത്തിനു സമീപം കാറിനു പിറകിൽ സ്കൂട്ടറിടിച്ച് യുവതിക്ക് പരിക്കേറ്റു. സ്കൂട്ടർ യാത്രക്കാരിയായ വേലൂർ പൂങ്ങാട്ടു വീട്ടിൽ അഖിലയ്ക്കാണ് പരിക്കേറ്റത്. കോട്ടോൽ ഷെയ്ഖ് വലിയുല്ലാഹി ഷംസുൽ ആരിഫീൻ ബിരാവുണ്ണി മുസ്ലിയാരുടെ 49ാം ആണ്ട് നേർച്ചയുടെ ഭാഗമായി പ്രഭാഷണവും ദുആ മജ്‌ലിസും സംഘടിപ്പിച്ചു. സ്വകാര്യ വ്യക്തിയുടെ വീട്ടുമതിലിനോട് ചേർന്ന് ഹരിതകർമ്മസേനാംഗങ്ങൾ നിക്ഷേപിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാത്തതിൽ പ്രതിഷേധം. ഒരുമനിയൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനാംഗങ്ങളെ ആദരിച്ച് ചാവക്കാട് അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ എൽദോമോർ ബസേലിയോസ് ബാവയുടെ ഓർമ്മപ്പെരുന്നാൾ ആഘോഷവും തിരുശേഷിപ്പ് വണക്കവും ശനി ഞായർ ദിവസങ്ങളിൽ നടക്കും. അന്താരാഷ്ട്ര അധ്യാപക ദിനത്തിൽ പുത്തൻകടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിലെ അറബിക് ക്ലബിന്റെ നേതൃത്വത്തിൽ തൃശൂർ ഡയറ്റ് ഫാക്കൽറ്റിയും മാപ്പിളപ്പാട്ട് ഗായകനുമായ യു മുഹമ്മദ് റാഫിയെ ആദരിച്ചു. ഗുരുവായൂർ പേരകം സപ്താഹ കമ്മിറ്റിയുടെ 6ാമത് ഭാഗവത സപ്താഹ യജ്ഞം ഞായറാഴ്ച തുടങ്ങുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പൊന്നിയൂർ എടക്കര ഷറഫുൽ ഇസ്ലാം മദ്രസയുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഷറഫുൽ ഹുദയുടെ നേതൃത്വത്തിൽ മീലാദ് നൈറ്റ് 2K24 നടത്തി. കുന്നംകുളം ബദനി സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിൽ ലോക ജന്തുദിനം ആചരിച്ചു. കടവല്ലൂർ പഞ്ചായത്തിലെ മുല്ലപ്പള്ളിക്കുന്നിലെ അനധികൃത മണ്ണെടുപ്പിനെതിരെ വെൽഫെയർ പാർട്ടി രംഗത്ത്. ജിയോളജി വകുപ്പ്, RDO, കളക്ടർ, പരിസ്ഥിതി മന്ത്രാലയം തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകി. വെള്ളാറ്റഞ്ഞൂർ പരിശുദ്ധ ഫാത്തിമ മാതാ ദേവാലയത്തിൽ തിരുനാളിനെ കൊടിയേറി. ഒക്ടോബർ 12, 13 തീയതികളിൽ ഇടവക മധ്യസ്ഥയായ ഫാത്തിമ മാതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിക്കുന്നതിനായി ഒരുക്കങ്ങൾ പൂർത്തിയായി. റിൻഷാദ് സഹായ നിധിയിലേക്ക് ഒരുമനിയൂർ മർച്ചന്റ്സ് അസോസിയേഷന്റെ കൈത്താങ്ങ്. 3 മാസം മുൻപ് കൊണ്ടുവക്കടവിൽ വെച്ചുണ്ടായ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ റിൻഷാദ് തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കീഴൂർ കാർത്യായനി ദേവി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന് തുടക്കമായി. സംസ്ഥാന സ്കൂൾ കബഡി ചാമ്പ്യൻഷിപ്പിൽ ജൂനിയർ ഗേൾസ് ഗോൾഡ് മെഡൽ ജേതാക്കളായ തൃശൂർ ജില്ലാ ടീമിലിടം നേടിയ ദിയ ഫാത്തിമയെ SDPI പുന്നീർകുളം പഞ്ചായത്ത് കമ്മിറ്റി ആദരിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.